ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഡെൻഡ്രോസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഞാൻ നമ്മുടെ MG കോമറ്റ് എടുത്തിട്ട് പിന്നെ അതിനെക്കുറിച്ച് റിവ്യൂ ഒന്നും വന്നില്ല. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ വന്നില്ല. എങ്ങനെയുണ്ട് വണ്ടി എന്നൊന്നും ആരോടൊന്നും പറയാൻ വന്നില്ല. വണ്ടിയുടെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിരിക്കുകയാണ്. ശരിക്കും 1000 കിലോമീറ്ററിലാണ് ഫസ്റ്റ് സർവീസ് ചെയ്യേണ്ടതെങ്കിൽ കൂടി ഞാനൊരു 1400 കിലോമീറ്ററോളം ഓടി. ഇതിനിടയിൽ ഞാൻ 1000 കഴിഞ്ഞപ്പോൾ ഒന്ന് അവരെ വിളിച്ചായിരുന്നു. പക്ഷേ കുറച്ച് തിരക്കുകൾ കൊണ്ട് അവർക്കും സ്ലോട്ട് നമുക്ക് തരാൻ പറ്റിയില്ല സമയത്തിൻ്റെ. പിന്നെ അവർ തന്ന സമയത്ത് എനിക്ക് പോകാനും പറ്റിയില്ല, ഞാൻ കുറച്ച് ഹോസ്പിറ്റലൈസൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഞാൻ ഈ വണ്ടി മേടിച്ചിട്ട് ഇവർ പറയുന്നത് ഒന്നില്ലെങ്കിൽ ഒരു മാസം എത്തുമ്പോൾ നമ്മൾ ഫസ്റ്റ് സർവീസ്, അതല്ലെങ്കിൽ എപ്പോഴാണോ 1000 കിലോമീറ്റർ ആവണേ അപ്പോൾ അതിന് ഫസ്റ്റ് സർവീസ് ചെയ്യണമെന്നാണ്. നമ്മളിപ്പോൾ ഒരു 400 കിലോമീറ്ററിലാണ് ഇപ്പോൾ ഫസ്റ്റ് സർവീസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ഇത്രയും 1400 കിലോമീറ്റർ ഓടിച്ചതിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് നേരം പങ്കുവയ്ക്കുകയാണ്. അതുപോലെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം അവർ ക്ലീനായിട്ട് സർവീസിങ് കഴിഞ്ഞ് ഈ ഇവിടെ ഒരു കവറ്, അതുപോലെ ഇതിൻ്റെ ഒരു സീറ്റ് കവറ്, അടിയിൽ അതുപോലെ തന്നെ ചെളിയാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊരു കാർപ്പറ്റൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. വളരെ വൃത്തിയായിട്ട് ക്ലീനിങ് എല്ലാം ചെയ്ത് വണ്ടി ഒരു പുതിയ വണ്ടി പോലെ തന്നെ അവർ ആക്കി തന്നിട്ടുണ്ട്. എന്തായാലും വീണ്ടും നമ്മൾ കോമറ്റിൽ യാത്ര തുടങ്ങുകയാണ്. ഫസ്റ്റ് തന്നെ എനിക്ക് തോന്നുന്നു എല്ലാവരും വണ്ടിയുടെ പ്ലസ് പോയിന്റുകൾ മാത്രമാണ് പറയുക. അപ്പോൾ ഈ വണ്ടി നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല, കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ചിലവർക്ക് മനസ്സിലാവാത്തതും എനിക്ക് മനസ്സിലാവാത്തതുമായിട്ടുള്ള കുറച്ച് നെഗറ്റീവ്സ് ആദ്യം തന്നെ പറയാണ്. നെഗറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള നെഗറ്റീവ്സ് ഇവർ പറയണ കിലോമീറ്റർ തന്നെയാണ്. കിലോമീറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വണ്ടി നമുക്കൊരു ഫുൾ ചാർജിൽ വണ്ടി ഫസ്റ്റ് കാണിക്കുക 200 കിലോമീറ്റർ വണ്ടി ഓടാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്ത് നമുക്ക് ഇത്ര പെർസെൻറ്റേജ്, ഇപ്പോൾ 100%, നമ്മളിപ്പോൾ ഒരു ഫുൾ ചാർജ് ആകുമ്പോൾ 100% 100% ആകുമ്പോൾ 200 കിലോമീറ്റർ. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ വണ്ടി ഓടിച്ച് നീങ്ങുമ്പോൾ അതിൽ നിന്ന് 1% കുറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2 കിലോമീറ്റർ കുറഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ ഞാനിപ്പോൾ ഒട്ടുമിക്ക ദിവസങ്ങളിലും എറണാകുളം പോകാനിടയുണ്ടായി. അപ്പോൾ അങ്ങനെ പോയപ്പോൾ എനിക്ക് ഈ MG കോമറ്റിനെ കുറിച്ച് പറയാനുള്ളത്, ഇവർ പറയുന്ന കിലോമീറ്റർ എന്തായാലും കിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു 150-160 കിലോമീറ്റർ ഒക്കെയാണ് ഒറ്റ ഫുൾ ചാർജിൽ നമുക്ക് വീട്ടിൽ നിന്ന് പോയി വേറെ സ്ഥലത്ത് ചാർജ് ചെയ്യാണ്ട് വരാൻ പറ്റുന്ന കിലോമീറ്റർ അത്രയാണ്. ഞാൻ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ശ്രദ്ധിച്ചാണ്, നമ്മളെന്തായാലും പോകുമ്പോൾ അത്യാവശ്യം സ്പീഡ് കൊടുക്കും. പിന്നെ അതുപോലെ നമ്മൾ ഇക്കോ മോഡിൽ തന്നെ ഇട്ടിട്ടാണ് പോകുന്നത്. സ്പോർട്സ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ അത്രയും കൂടി കിട്ടില്ല. എങ്കിൽ കൂടി അത് നമ്മുടെ വഴികൾ വളരെ മോശമാണ്, പല സ്ഥലത്തും ബ്ലോക്കുകളാണ്. ഇപ്പോൾ എറണാകുളത്തേക്കൊക്കെ ചാലക്കുടിയിൽ നിന്ന് പോകുമ്പോൾ അപ്പോൾ പല സ്ഥലത്തും നിർത്തിയിട്ടൊക്കെയാണ്. നമ്മൾ ബ്ലോക്ക് അറിയാലോ, ബ്ലോക്കുകൾ വണ്ടി പതുക്കെ നീങ്ങുള്ളൂ. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ കിലോമീറ്റർ നമ്മൾ വിചാരിച്ചത്രയൊന്നും കിട്ടില്ല. അത് ഒന്നാമത്തെ ഒരു വലിയൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു. കമ്പനി മിനിമം ഒരു 300 പറഞ്ഞിട്ട് ഒരു 250 കിട്ടാവുന്ന ഒരു രീതി അതെങ്കിലും ഉണ്ടെങ്കിൽ സാധാരണ നമുക്കൊരു വളരെ ഫ്രീഡം മൈൻഡിൽ പല സ്ഥലത്തും പോയി വരാൻ പറ്റും. അത്യാവശ്യം ഒരു എറണാകുളം ആയാലും കുറച്ച് വഴിയാകലൊക്കെ പോയാലും നമുക്ക് സുഖമായിട്ട് പോയി വരാം. ഇത് പോയിട്ട് വരാം, പക്ഷെ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഒരു ചെറിയ ടെൻഷൻ ഇങ്ങനെ നിൽക്കും. അതൊരു വലിയൊരു കുറവായിട്ട് എനിക്ക് തോന്നി. പിന്നെ വലിയൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഈ വണ്ടി നമ്മൾ പുറത്ത് ചാർജ് ചെയ്യണ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ്. ചാർജിങ് സ്റ്റേഷനിൽ ഞാൻ എറണാകുളത്ത് സെൻട്രൽ സ്ക്വയർ മാളിൽ അവിടെ ചാർജ് ചെയ്യാൻ വിട്ടു. അപ്പോൾ അവിടെ ചാർജ് ചെയ്യാനായിട്ടപ്പോൾ ഒരു 45%, ഒരു 45%, എനിക്ക് തോന്നുന്നു ഒരു 60% അല്ലെങ്കിൽ 55% നമ്മുടെ കയ്യിൽ ചാർജ് ഉള്ളൂ. ബാക്കി നമുക്ക് 100 ആക്കാൻ വേണ്ടി ഒരു 45% നമുക്ക് അതിൽ ഫില്ല് ചെയ്യണം. അപ്പോൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടി സെൻട്രൽ സ്ക്വയർ മാളിൽ ഇട്ടു. അപ്പോൾ അവിടെ അവർ ചാർജ് ചെയ്തപ്പോൾ എനിക്ക് വന്ന കോസ്റ്റ് 210 രൂപയാണ് 45% ആവാൻ. 45% എന്ന് പറഞ്ഞാൽ 90 കിലോമീറ്റർ ഓടും വണ്ടി. അപ്പോൾ 45% ആവാൻ എനിക്ക് 209 രൂപയാണ്. ടാക്സ് വന്നു, എല്ലാം കൂട്ടി അത്രയും കാശ് വന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിത് സർവീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ MGയുടെ ഷോറൂമിൽ അവിടെ പൈസ കുറവായിരിക്കും എന്ന് വിചാരിച്ച് അവരോട് ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ അവർ പറഞ്ഞത് എനിക്ക് 60% വണ്ടിയിൽ ചാർജ് ഉണ്ട്, 40% ഇനി ആക്കണ്ടു ഫില്ലാക്കാൻ വേണ്ടി. എറണാകുളത്ത് വൈറ്റിലെന്നാണ് ഞാൻ വണ്ടി എടുത്തത്. അപ്പോൾ വൈറ്റിലയിൽ അവരുടെ സർവീസ് സെൻറ്ററിൽ ഞാൻ ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞത്, സാർ അവിടെ നിന്ന് ആക്കുമ്പോൾ ഇത്രയും 40% ആക്കണമെങ്കിൽ 400 ചില്ലാൻ പൈസ വരും.
അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഫുൾ ചാർജ് ആക്കാൻ അപ്പോൾ ഒരു 800-900 രൂപ. അപ്പോൾ പുറത്ത് പോയി ചാർജ് ചെയ്യണത് യാതൊരു കാരണവശാലും എനിക്ക് ലാഭമല്ല. നമുക്ക് ഇവർ പറയണ പോലെ, കമ്പനി പറയണ പോലെ നമ്മുടെ വീട്ടിൽ ഫുൾ ചാർജ് ആക്കുകയാണെങ്കിൽ ഒരു 100-120 രൂപയ്ക്ക് നമുക്ക് ഫുൾ ചാർജ് ആവും. ആവും പറയുന്നത് നമുക്ക് വളരെ ലാഭകരമാണ്. വണ്ടി ഓടിച്ചു പോകാനും നമുക്ക് എല്ലാ നമ്മുടെ പെട്രോൾ പമ്പിലും ടാറ്റ കൊടുത്ത് പോവാം. പക്ഷെ പുറത്ത് പോയി ചാർജ് ചെയ്യണത് പൈസ പോണ കേസാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു MGയുടെ ചാർജിങ് സ്റ്റേഷനേക്കാളും നല്ലത് സാധാരണ പുറത്ത് മറ്റുള്ള ചാർജിങ് സ്റ്റേഷൻ KICBയോ അല്ലെങ്കിൽ മറ്റുള്ള സാധാരണ ഒരുപാട് പ്രൈവറ്റ് ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. അത് അവിടെ ചാർജ് ചെയ്യായിരിക്കും കുറച്ചൊരു ഭംഗിയായിട്ട് തോന്നി. അത് എനിക്കൊരു കുറവായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ MGയുടെ സ്ഥലത്താണ് ശരിക്കും പൈസ കുറവ് വേണ്ടത്. ഇപ്പോൾ വീട്ടിൽ ചാർജ് ചെയ്യുമ്പോൾ 100 രൂപയാണെങ്കിൽ ഒരു 150-200 രൂപയ്ക്ക് ഒരു ഫുൾ ചാർജ്, അതൊക്കെ ഇതിന്റെ കസ്റ്റമേഴ്സിന് ഒരു വലിയ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഏറ്റവും വലിയൊരു കുറവ് നമ്മുടെ ഗ്ലാസിന്റെ ഒരു ഗ്ലെയർ ആണ്. ഫ്രണ്ട് ഗ്ലാസ് എന്ന് വെച്ചാൽ വണ്ടി വളരെ ഇന്റീരിയർ ഭയങ്കര വൈറ്റ് ഡിസൈനിൽ ക്രിയേറ്റ് ചെയ്തതാണ്. കാരണം ഈ ഫ്രണ്ടിൽ ഭയങ്കര ഗ്ലെയർ ആണ്. ഗ്ലാസ് മേലേക്ക് അടിയിലത്തെ ഡാഷ്ബോർഡ് ഒന്ന് ഗ്ലെയർ ആയിട്ട് നമ്മൾ വെയിലുള്ള സമയത്ത് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഗ്ലെയർ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫ്രണ്ട് വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്. അത് ആർക്കൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ശരിക്കും വെയിലുള്ള സമയത്ത് വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും. ഗ്ലാസ് മേലേക്ക് ഫുൾ ഒരു ഗ്ലെയർ വരുന്നത് അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി അത് ഒരു കൂളിംഗ് ഫിലിം ഒട്ടിക്കണം. കൂളിംഗ് ഫിലിം ഒട്ടിക്കാൻ പാടുണ്ടോ എന്ന് അറിയില്ല. അതൊരു നെഗറ്റീവായിട്ട് തോന്നി. പിന്നെ ഒരു വേറെ സംഭവം, ഫ്രണ്ടിൽ നമുക്ക് AC വരുന്ന സ്ഥലത്ത് ഒരു ഗ്ലാസ്സോ കുപ്പിയോ നമുക്ക് എന്തെങ്കിലും മൊബൈലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അപ്പം നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ AC ഇട്ട് പോകുമ്പോൾ അത് ഫ്രണ്ടിൽ മൊബൈലായിട്ട് കുപ്പി ആയിക്കോട്ടെ എന്തിരുന്നാലും വെള്ളം ഇരുന്നാലും നമുക്ക് AC ഇങ്ങോട്ട് പുറത്തേക്ക് വരില്ല. അത് മേക്ക് ചെയ്തത് സ്പേസ് ഇല്ലാത്തത് കൊണ്ടാവാം. പക്ഷെ എങ്കിൽ കൂടി അതിൻ്റെ സൈഡിൽ നിന്ന് AC വരില്ല. അപ്പോൾ അത് ഇരിക്കണ വെള്ളമാണെങ്കിൽ അത് വെള്ളം കൂളാവും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ആ സ്പേസ് ലേശം കൂടി നീക്കി വെച്ചായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഉള്ളിലേക്ക് ബാക്കിലേക്കും AC വരാൻ ഗുണം. അതുപോലെ തന്നെ AC ബാക്കിലേക്ക് ഇരിക്കുന്നവർക്ക് AC വരാൻ ഭയങ്കര ബുദ്ധിമുട്ട്, AC കിട്ടാൻ. കാരണം ഫ്രണ്ടിൽ തീരെ സ്പേസ് ഇല്ലാത്ത കാരണം രണ്ടാൾ ഇരിക്കുമ്പോൾ ബാക്കിലേക്ക് AC കടന്നു പോവില്ല. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ കാണാം, ഒരാൾ ഫ്രണ്ടിൽ ഒരാളും കൂടി ഇരുന്ന് അവിടെ ഫില്ലായി, പിന്നെ ബാക്കിലേക്ക് AC പോവില്ല. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ബാക്കിലേക്ക് ആളുകൾക്ക് AC എത്തില്ല. അപ്പൊ നമ്മളിവിടെ ബാക്കിലേക്ക് എത്താൻ ഫ്രണ്ടിൽ AC ഭയങ്കര ഫുള്ളിലേക്ക് കൂട്ടിയിടുമ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും AC കൂടിയിട്ട്. ബാക്കിലിരിക്കുന്ന ആൾക്കാർക്ക് അത് നോർമലായിട്ട് വരുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു ഇഷ്യൂ. അപ്പൊ അത് സെൻട്രലോ സൈഡ് ബാക്കിലോ അവരൊരു AC കൂടി വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും വണ്ടി ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് എല്ലാവരും നമ്മൾ ഈ വണ്ടിനെ കുറിച്ച് അറിയാത്തവരും അറിയുന്നവരും വണ്ടി ഒന്ന് ഓടിച്ചു നോക്കുമ്പോൾ അറിയാം വണ്ടിയുടെ സുഖം എന്താണ്. എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും വണ്ടിയുടെ മേക്കിങ്, വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി, എന്നെ ഞെട്ടിച്ചത് ഭയങ്കര സ്ട്രോങ് ആണ് ബോഡി. തകിട് ആയാലും ഡോറിന്റെ വെയിറ്റ് തന്നെ നല്ല സ്ട്രോങ്ങിലാണ് വണ്ടി പണിതിട്ടുള്ളത്. നമുക്ക് അത്യാവശ്യം ഒരു ആക്സിഡന്റ് ഇടി നടന്നാൽ കൂടി വണ്ടിയുടെ ഉള്ളിലിരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് ഏൽക്കില്ല. കാര്യം ചെറിയ വണ്ടിയാണെങ്കിലും വണ്ടിയുടെ ബോഡി ഭയങ്കര സ്ട്രോങ് ആണ്. മറ്റുള്ള മാരുതിയുടെ മറ്റേ ചെറിയ കാറുകളോ അല്ലെങ്കിൽ വേറെ ഏത് കമ്പനിയുടെ ചെറിയ കാറുകളെ അപേക്ഷിച്ച് ഇതിന്റെ ബോഡി പെട്ടെന്ന് എന്താ പറയുക ഇടി കിട്ടിയാൽ ഞളങ്ങിയ വണ്ടി ഇതാവില്ല. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പണിതാണ്. പിന്നെ ഇതിന്റെ പെയിന്റിങ് ഭയങ്കര സ്ട്രോങ് ആണ്, നല്ല ക്വാളിറ്റിയാണ്, നല്ല പ്രീമിയം വണ്ടിയുടെ ക്വാളിറ്റിയാണ്. പിന്നെ ഇതിന്റെ വണ്ടിയുടെ ഇന്റീരിയർ ഒരു രക്ഷയില്ല, നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് വണ്ടിയുടെ മേക്കിങ്. സ്റ്റിയറിങ് തുടങ്ങി സീറ്റിംഗ് ആയാലും ഹാൻഡിലായാലും അങ്ങനെ എല്ലാ കാര്യങ്ങളും A to Z കമ്പനി വളരെ പ്രീമിയം ക്വാളിറ്റിയിലാണ് വണ്ടി ചെയ്തിട്ടുള്ളത്. ഒരു കോംപ്രമൈസ് ഇല്ലാണ്ടാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കിടുക്കങ്ങൾ ചാടുമ്പോൾ, ഓരോ കുഴികൾ ചാടുമ്പോൾ ചെറിയ ടയറാണ്. ഈ ടയർ 12 സൈസ് ടയറാണ്. അപ്പോൾ ഒരു 800 ഒക്കെ വരുന്ന, പണ്ട് കാലത്ത് 800 വന്നിരുന്ന ടയറിന്റെ സൈസാണ്. അപ്പോൾ നമ്മൾ നല്ല സ്പീഡിലൊക്കെ വന്നൊരു ചെറിയ കുഴി ചാടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് അതുണ്ടാവും. പക്ഷേ എങ്കിൽ കൂടി വണ്ടി ഓടിക്കാനും ഒരു അത്യാവശ്യം എൻ്റെ കയ്യിൽ ഇന്നോവയാണുള്ളത്. എനിക്ക് വണ്ടി ഓടിച്ച് സ്ഥിരമായതിനു ശേഷം ഇന്നോവ എടുക്കാനേ തോന്നുന്നില്ല. കാരണം വണ്ടിയിൽ ഒന്നാമത്തേന് പെട്രോൾ അടിക്കേണ്ട കാശ് വേണ്ട. അപ്പോൾ നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് കറണ്ട് ചാർജ് ചെയ്ത് നമുക്ക് അത്യാവശ്യം 200 കിലോമീറ്റർ ഓടാൻ പറ്റിയില്ലെങ്കിൽ 160-180 ആയാലും നമുക്ക് സന്തോഷമായിട്ട് പോയി വരാം. വണ്ടി യാത്രാ സുഖം അടിപൊളിയാണ്, ബിൽഡ് ക്വാളിറ്റി അത് പറയാണ്ടിരിക്കാൻ വയ്യ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം അവൻ പെട്ടുപോയി, വണ്ടി എടുത്തിട്ട് പെട്ടുപോയിട്ട് ഇനി വണ്ടീനെ ന്യായീകരിക്കുന്നതല്ല. വണ്ടി ഭയങ്കര സുഖം തന്നെയാണ്, അത്രയും സുഖമാണ് വണ്ടി.
പക്ഷെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കംപ്ലൈൻസ് ഇത് ചിലപ്പോൾ ഇത് മറ്റുള്ള ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. എനിക്ക് എൻ്റെ കണ്ണിൽ തോന്നിയിട്ടുള്ള ചെറിയ കുറവുകളാണ് അത്. ശരിക്ക് ഇനി പിന്നീട് ഇറങ്ങുന്ന വണ്ടികൾ വേണമെങ്കിൽ അത് ക്രമീകരിക്കാവുന്നതാണ് കമ്പനിക്ക്. നല്ല രീതിയിൽ വണ്ടി ഒന്നും കൂടി ശ്രദ്ധിച്ച ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഗ്ലയർ വരുന്ന കേസ്, ഈ കുപ്പി ഇരിക്കണ കേസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് ചെയ്യാൻ പറ്റും. പിന്നെ ഈ മൈലേജ് കിട്ടണത് കോമൺ ആയിട്ട് ഒരു 300 കിലോമീറ്റർ പറഞ്ഞ് ഒരു 250 കിലോമീറ്റർ എങ്ങനെ ഓടിച്ചാലും കറക്റ്റായിട്ട് കിട്ടുന്നു. നമുക്ക് ധൈര്യമായിട്ട് ഇപ്പോൾ ചാലക്കുടിയിൽ നിന്ന് പാലക്കാടുക്കും ചാലക്കുടിയിൽ നിന്ന് എറണാകുളത്തേക്കും എറണാകുളം കഴിഞ്ഞൊക്കെ പോയി വരാം. മറ്റുള്ള സ്ഥലത്ത് ചാർജ് ചെയ്യാൻ പോകുമ്പോൾ പൈസയുടെ വേരിയേഷൻസ് ഞാൻ പറഞ്ഞ പോലെ ഭയങ്കരമാണ്. അപ്പം നമുക്ക് അപൂർവങ്ങളാണ് അങ്ങനെ ചാർജ് ചെയ്യേണ്ട അവസ്ഥ വരുന്നുള്ളൂ. പക്ഷെ എങ്കിൽ കൂടി അത് നമുക്കൊരു സുഖമില്ലായ്മയാണ് അത്രയും പൈസയൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള നെഗറ്റീവ്സ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും MG കോമറ്റ് രക്ഷയില്ല, അത് നിങ്ങൾ ഓടിച്ച് നോക്കണം. അപ്പോൾ വണ്ടിയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതാണ്. എന്തായാലും ഇതൊക്കെയാണ് എനിക്ക് ഫസ്റ്റ് സർവീസിനുള്ളിൽ തോന്നിയ എൻ്റെ കുറച്ച് റിവ്യൂസ്, വണ്ടിയുടെ പോസിറ്റീവും നെഗറ്റീവ്സും. എല്ലാവർക്കും ഇത് തോന്നിയിട്ടുണ്ടോയെന്ന് അറിയില്ല, എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു. എന്തായാലും സന്തോഷം. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.